നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നതാണ്. അതിൽ വലിയ പുതുമയൊന്നുമില്ല. കെ സുധാകരനെ ഒതുക്കി എന്ന തരത്തിൽ വി.ഡി. സതീശനെതിരെ ഒരു വിഭാഗം ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനും വലിയൊരു അതൃപ്തിയാണ് ഇപ്പോൾ വി.ഡി. സതീശനുമേലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് നേതൃയോഗത്തിൽ വി.ഡി. സതീശനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഒക്കെയാണ് ഉയർന്നു കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടർ എം.കെ. മുനീർ, കെ.എം. ഷാജി തുടങ്ങിയ മുതിർന്ന നേതാക്കളടക്കം വലിയ വിമർശനങ്ങൾ വി.ഡി. സതീശനെതിരെ ഉന്നയിച്ചു. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നത് പി.വി. അൻവർ വിഷയം ഇത്രത്തോളം വഷളാക്കിയത് വി.ഡി. സതീശൻ്റെ പിടിവാശിയാണ്. അതായത് വി.ഡി. സതീശൻ യു.ഡി.എഫിൽ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. വളരെയേറെ അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന തരത്തിൽ വി.ഡി. സതീശൻ്റെ ചില പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ മാറി. വളരെ സൗമ്യമായി പരിഹരിക്കാവുന്ന പ്രശ്നം വഷളാക്കിയത് വി.ഡി. സതീശനാണ് എന്നാണ് മുസ്ലിം ലീഗിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. ഈ വിമർശനത്തെ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ രീതിയിൽ തന്നെ അനുകൂലിച്ചതും വളരെ ശ്രദ്ധേയമാണ്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് 100 സീറ്റോടുകൂടി അധികാരത്തിലെത്തും എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വി.ഡി. സതീശന് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറുഭാഗത്ത് കെ സുധാകരൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വി.ഡി. സതീശൻ തന്നെയാണ് തന്നെ ചതിച്ചത് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കെ സുധാകരൻ. അതിനിടയിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് നിലംപരിശാകുകയാണെങ്കിൽ അവിടെ പുതിയ ചോദ്യങ്ങൾ ഉയരും. ലീഗ് ഇനി യു.ഡി.എഫിനൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കോൺഗ്രസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കേണ്ടി വരും എന്നൊക്കെയാണ് നേതാക്കൾ ലീഗ് നേതൃയോഗത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വിട്ട് ലീഗ് എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല. ലീഗ് വന്നു കഴിഞ്ഞാൽ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ LDF എപ്പോഴേ അല്ലെങ്കിൽ CPM എപ്പോഴേ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശവമടക്കാവും അങ്ങനെയൊരു തീരുമാനം വന്നാൽ എന്നതാണ് യാഥാർത്ഥ്യം.